സോറി. അമ്മേന്റെ ഫ്രണ്ട് എല്ലാവർക്കും അറിയാം. ഫോട്ടോ ഞാൻ ഫോട്ടോ എടുക്കാറില്ല. ഞാൻ ഫോട്ടോ എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ബൊക്കെ കല്യാണ ബൊക്കെ ആയിപ്പോയി. അർച്ചന ബൊക്കെ തപ്പിപ്പോയി. അങ്ങനെ പോയപ്പോ അവര് പറയും കല്യാണം ബൊക്കെ പോലത്തെ ബൊക്കെ. അത് ഫസ്റ്റ് കോമഡി. അതിന് ചിരിച്ചു കഴിഞ്ഞത് നോക്കിയപ്പോഴാണ് അയാൾ റിയൽ ഓർക്കിഡ് എന്ന് പറഞ്ഞു കൊടുത്തത്. പ്ലാസ്റ്റിക് ആയിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ഇതിനിപ്പോ ഒരു 50 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അങ്ങനെ ദുബായിൽ നിന്ന് വന്ന് ഇവിടെ ഒരു വിവരമില്ലാന്ന് അവർക്ക് പിടികിട്ടിയതോടുകൂടി പ്ലാസ്റ്റിക് കൊടുത്തു വിട്ടു. ആകെ മൊത്തം പുള്ളിക്ക് മനസ്സിലായി ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും വലിയ. എടാ തനിക്ക് എത്ര രൂപ വാങ്ങിച്ചത് എൻ്റെ അയ്യോ ഇതേപോലെ എത്ര ദിറം എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചെങ്കിൽ അയാൾ ഉറപ്പിച്ച് കാണാം. ഒരു കണക്കും പിടിയില്ല. കട ഓർമ്മയുണ്ടോ? റോസ് വാങ്ങിയാൽ മതി. പിങ്ക് റോസിൽ പോയല്ലേ എന്നൊക്കെ പറഞ്ഞ് പിങ്ക് റോസ് വാങ്ങിയില്ല. ബ്ലൂ കണക്റ്റഡ് ഒന്നും കിട്ടിയില്ല. ഓസിക്ക് ജ്വല്ലറി ഫോട്ടോയ്ക്കൊക്കെ യൂസ് ചെയ്യാം. ഓസിക്ക് യൂസ്ഫുൾ ആയിരിക്കും. വാടിപ്പോകത്തില്ല. നമ്മൾ പിടിച്ചു നോക്കണ്ടായിരുന്നു. ഇല്ലടോ, ഓസിക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും. ഓസി എവിടെ പ്ലാസ്റ്റിക് എടുത്തു വെക്കും. പെട്ടെന്ന് കണ്ട ഒറിജിനൽ പോലെ. ഓസി ജ്വല്ലറി ഫോട്ടോയ്ക്ക് പൂക്കൾ യൂസ് ചെയ്യോടോ. അപ്പൊ ഓസിക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പൊ ഓർക്കും അർച്ചന പാവല്ലേ തന്നെ ഇങ്ങനെ പറ്റിച്ചു തുടങ്ങിയല്ലോ. ഇങ്ങനെ മുഖം വയ്ക്കണം. താൻ നല്ലപോലെ ചിരിച്ചോ? കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് കയ്യിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഒക്കെ പിടിച്ചു നിൽക്കും. ഇവിടുത്തെ നമുക്ക് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകും. നമുക്ക് നിയമമായിട്ട് വീട്ടിൽ പോകുമ്പോ ഞാൻ സൈഡിൽ ഇങ്ങനെ ഇത് ആക്ച്വലി കോളേജിൽ ഇതുപോലത്തെ കോമഡികൾ എന്നും ചെയ്യും. അപ്പൊ ഇത്രയും ഈ 10 നമ്മൾ കോളേജ് വിട്ടിട്ട് ഇപ്പൊ എത്ര 32 വർഷം. എടോ 32 വർഷത്തിന് ശേഷം ഇങ്ങനെ ലൈവായിട്ട് അച്ഛനെ കണ്ട ഒട്ടും ഏജ് തോന്നില്ല. കാരണം ഏത് സോപ്പ് യൂസ് ചെയ്യണം? സന്തൂർ. അർച്ചനയുടെ ടീമിന്റെ അവിടുത്തെ യോഗ മാസ്റ്ററാണ്. തലകുത്തിയൊക്കെ നിൽക്കും. ഗുരു പഠിപ്പിച്ച എല്ലാമാണ്. പക്ഷെ ആൾക്കാർക്ക് പറ്റിക്കാൻ മാത്രം ഇച്ചിരി എളുപ്പമായി. ഇനി ഇത് എന്തായാലും ഓസിക്ക് യൂസ്ഫുൾ ആണ്. ഓസി എവിടെ പോയാലും പ്ലാസ്റ്റിക് പൂ എടുക്കും. മറ്റേ അർച്ചന ആന്റിയുടെ ബൊക്കെ. റിയൽ ഫ്ലവർ ആണെങ്കിൽ അവസാനം 2 ദിവസം ഇല്ലടോ. ശരിക്കുള്ള പൂവാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞോ? പിന്നെ പ്ലാസ്റ്റിക് പൂനാരും ദുബായിൽ തനിക്ക് എന്നും പണി എന്നും ആരെങ്കിലും പറ്റിക്കോ? പക്ഷെ നമ്മൾ കുറച്ച് നാൾ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഈ ഒരു ബേബീസ് ബ്രെത്തിന്റെ വരെ ഫേക്ക് ഉണ്ട് കേട്ടോ എല്ലാം. പക്ഷെ ഇത് ഓസിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആക്ച്വലി അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ ഫ്രഷ് ഗ്ലാസിന്റെ കൂട്ടത്തിൽ അവരിങ്ങനെ വെച്ചിരിക്കല്ലേ. എന്നാ ശരിക്കുള്ള ഫ്രഷ് ഗ്ലാസ് ചെറിയൊരു സുബ്രഹ്മണ്യം ഇതെടുത്ത് ഇതെന്തായാലും പാടാവട്ടെ. എടോ കട എവിടെ? ബേക്കറി ജംഗ്ഷനിലായിരുന്നു. തനിക്ക് ബൊക്കെയുള്ള കട എവിടെയാണ് ചേട്ടനോട് ചോദിച്ചാൽ പറയുന്നത്? ലളിത് ഫ്ലോറ പേട്ട. അവിടെയാണ് ഇവിടെ ഉണ്ടാവും. പക്ഷെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചിട്ടാണ് അവിടുന്ന് വാങ്ങി. ലളിത് ഫ്ലോറ പേട്ട ബേക്കറി ജംഗ്ഷനിൽ ഒരു സൂണം ഫ്ലവേഴ്സ്. ഇതെനിക്ക് ആദ്യം കത്തിയില്ല. ഇവിടെ അത് നോക്കട്ടെ, പൈപ്പിന്റെ ട്യൂബ്. എന്തായാലും എന്റെ വീഡിയോക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കോമഡി ഒന്നും ഇല്ലാതിരിക്കും. കോമഡി എലിമെന്റ് ഇച്ചിരി മിസ്സിംഗ് ആയിരിക്കും.
ഓസിയോട് എടുത്തു പറഞ്ഞില്ലേ, ഓസിക്ക് മനസ്സിലാവില്ല. ഓസിക്ക് മനസ്സിലാവില്ല. അങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല. അവള് ഹാപ്പി. അവള് വിചാരിക്കും ചെയ്യും അർച്ചനാലി വന്നപ്പോ എന്ത് നല്ല എത്ര ദിവസമായി പാടുന്നേ ഇല്ല. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. ഈ ജ്വല്ലറി ഫോട്ടോസ് എടുക്കാനേ അവളിങ്ങനെ പൂക്കൾ വെച്ചിട്ടെടുക്കാം. സത്യം പറഞ്ഞാൽ സംഭവം കറക്റ്റ്. ഞാനിപ്പോൾ പുറത്തെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ എടുത്തിട്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയാൻ റെഡിയായിട്ട് നിന്നപ്പോഴാണ് നിങ്ങളിപ്പോൾ കണ്ട ഫുട്ടേജസൊക്കെ ഇടയ്ക്ക് വന്ന് അച്ചു ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ടുണ്ട് സുമി, ബാംഗ്ലൂരുള്ള സുമി വിളിച്ചിട്ടുണ്ടായിരുന്നു ഓസിക്ക് കൺഗ്രാജുലേഷൻ പറയാനും വിശേഷങ്ങളൊക്കെ ചോദിക്കാനും. അപ്പോൾ ഞാൻ സുമിയോട് സംസാരിച്ചുകൊണ്ട് നിന്നതിനിടയിൽ അച്ചുവിൻ്റെ കോൾ വന്നു. അപ്പോൾ ഞാൻ സുമിയുടെ കട്ട് ചെയ്ത് അച്ചുവിനെ വിളിക്കുന്ന സമയം കൊണ്ട് അച്ചു ഞെത്തി. അപ്പോൾ അച്ചു വന്നപ്പോൾ നടന്ന ലൈവ് കോമഡിയാണ് നിങ്ങൾ കണ്ടത്. അച്ചു നമ്മൾ സ്ഥിരം നമ്മൾ ഇവിടെ അച്ചു ദുബായിലായതുകൊണ്ട് ഇവിടെ എവിടെയാണ് നല്ല പൂ കിട്ടണതെന്നൊന്നും അച്ചുവിന് അറിയത്തില്ല. അച്ചു കരമനയുള്ള ഏതോ കടയിൽ പോയിട്ട് നല്ല ബൊക്കെ വേണം എന്ന് തുടങ്ങിയപ്പോൾ അവരെല്ലാം നൈസായിട്ട് പ്ലാസ്റ്റിക് പൂവും കൊടുത്തു വിട്ടു. പക്ഷെ ഓസിക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആകും എന്നുള്ളതാണ് അതിലൊരു വേറൊരു കാര്യം. അപ്പോൾ ശരിക്കുള്ള പൂവാണെങ്കിൽ ഓർക്കിഡാണെങ്കിൽ ഒരു മാക്സിമം ഒരു 10 days ഇരിക്കും, പിന്നെ അത് കൊഴിഞ്ഞു പോകുമല്ലോ. ഇതാകുമ്പോൾ ഓസിക്ക് ജ്വല്ലറി ഫോട്ടോസ് എടുക്കാൻ ഓസി ധാരാളം പൂക്കൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓസിക്ക് ഇത് എന്തായാലും കുറേ നാൾ യൂസും ചെയ്യാം. ഇന്നത്തെ ഈ ഒരു കോമഡി ഓർക്കുകയും ചെയ്യാം. കുറച്ച് അച്ചു വന്ന് കോമഡിയൊക്കെ പറഞ്ഞ് പോയി. ഇറ്റ് ഫീൽസ് നൈസ്. ആൻഡ് ഒരു ഡെലിവറിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പ്രസവിക്കാൻ പോയ പോലെ അല്ല. ഞാനിപ്പോൾ സിമിയുടെ 2nd and 3rd ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ മാത്രമാണ് വന്നത്. ആ എക്സ്പീരിയൻസും ഇതുമായിട്ട് ലൈക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഒരു 16, 17, 15 ഒരെണ്ണം 14, 15 വർഷം മുമ്പ്, ഒന്നൊരു 18 വർഷം മുമ്പുമായിരുന്നു. കാലം കുറച്ച് മാറി, സൗകര്യങ്ങളൊക്കെ അതുപോലെ മാറി. ലൈക്ക് ഐ എം സോ സർപ്രൈസ് ടു സീ എന്തുമാത്രം സൗകര്യങ്ങളാണ് നമുക്ക് ഈ കിംസ് ഹോസ്പിറ്റലിലുള്ളത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളൊരു ഹോസ്പിറ്റലിൽ ഇത്രയും സൗകര്യങ്ങൾ, അപ്പോൾ ഇൻ്റർനാഷണൽ സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന പോലത്തെ സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള ധാരാളം ആൾക്കാർ, നമ്മളെ പരിചയമുള്ളവർ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു പേഴ്സണൽ ആ ഒരു അറ്റൻഷൻ ഉണ്ടല്ലോ, അതും ഭയങ്കര ഒരിതാണ്. ഇപ്പോൾ ഓസിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഡെലിവറി നടക്കുന്നിടത്ത് ഫാമിലി മെമ്പേഴ്സ് എന്നത്. അപ്പോൾ ഓസിയുടെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഡെലിവറി മറ്റേ സ്വീറ്റ് റൂമാണ്. ഈ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അത് ഇവിടുത്തെ ഡെലിവറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ആ ഫ്ലോറിൽ തന്നെയാണ്. അപ്പോൾ അത് പേഴ്സണലായിട്ട് നമുക്ക് ഫാമിലി മെമ്പേഴ്സ് കൂടെ നിന്ന് നമ്മൾ ഡെലിവറി നടക്കുമ്പോൾ അവർ കൂടെ വേണം എന്ന് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് എടുക്കാവുന്ന റൂമാണത്. ആക്ച്വലി ഈ റൂമിനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത് അമ്മുവിൻ്റെ ഫ്രണ്ട് സേറ ഇവിടെ അല്ലായിരുന്നോ? അമ്മുവിൻ്റെ ഫ്രണ്ട് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടില്ലേ, സേറേനെയും മോനെയും. സേറയുടെ ഡെലിവറി ഇവിടെ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പോലും ഒരു പക്ഷേ അറിയാതെ പോയി, നമ്മൾ ആരെങ്കിലും പറഞ്ഞാണല്ലോ ഇതൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ സേറയുടെ ഡെലിവറി ഇവിടെ ആയിരുന്നു. അപ്പോൾ എടുത്ത് അവരുടെ ഒരു റീലൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ കൊള്ളാലോ, ഫാമിലി മെമ്പേഴ്സൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഓസി പ്രഗ്നൻ്റ് ആയപ്പോൾ നമ്മൾ പറയും എന്തായാലും ഡെലിവറി നമുക്ക് ഇവിടെ തന്നെ പോകാം, ഇവിടെ അപ്പോൾ ഇങ്ങനത്തെ സൗകര്യങ്ങളുണ്ടല്ലോ എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാനൊക്കെ ഡെലിവറിക്ക് പോകുമ്പോൾ അവിടെ കിച്ചുവിൻ്റെ അച്ഛൻ്റെ സിസ്റ്ററായിരുന്നു ഡോക്ടർ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പെയിനിലൊക്കെ കിടക്കുമ്പോൾ കിച്ചുവിനെയും എൻ്റെ അമ്മയൊക്കെ ഇടയ്ക്കൊന്ന് കയറ്റി എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഉടനെ അവരകത്തൊക്കെ വന്നു കാണാൻ. അല്ലാതെ ഡെലിവറി നടക്കുമ്പോഴോ അതൊന്നും ആരും ഇല്ലായിരുന്നു. ഐ വാസ് ഓൾവേസ് വിഷിങ്, എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു അവിടെ ആരെങ്കിലും വേണം, നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും 1 or 2 പേരോടെ വേണം എന്ന് ഞാനൊക്കെ ഭയങ്കരമായിട്ടൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ലൈക്ക് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ 4 പ്രാവശ്യം പ്രസവിച്ചിട്ടുണ്ടെങ്കിലും എക്സാക്ട്ലി അവിടെ നടക്കുന്ന കലാപരിപാടികൾ എന്താണെന്ന് എനിക്ക് വലിയൊരു നോളേജ് കറക്റ്റായിട്ടില്ല. കാരണം ഞാൻ അതുപോലത്തെ വീഡിയോസൊന്നും ഞാൻ കാണാൻ ശ്രമിച്ചിട്ടില്ല. ഡെലിവറി വീഡിയോസൊന്നും ലൈക്ക് യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനത്തെ ഒന്നും ഒരിക്കലും കാണാൻ ശ്രമിച്ചിട്ടേ ഇല്ല. എന്തായാലും ഇതെനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റി. ആൻഡ് ഇറ്റ് വാസ് എ മാജിക്കൽ ഒരു ഫീലായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. ഓസിക്ക് മറ്റേ വേദന വരാതിരിക്കാനുള്ള ആ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളത് കൊണ്ട് അത്ര ഓവറായിട്ട് അവൾ സ്ട്രഗിൾ ചെയ്യുന്നില്ല. ബിക്കോസ് ഓസിക്ക് വേദന ഒരു ഇഞ്ചക്ഷൻ തന്നെ ഭയങ്കര പേടിയാണ്. ബട്ട് ഇറ്റ് വാസ് എ
വെരി വെരി സ്മൂത്തായിരുന്നു ദ ഹോൾ പ്രോസസ്സ്. നമ്മൾ എന്താ മണിക്കൂറുകൾ കുറേ എടുത്തെങ്കിലും ആ ഒരു ഫൈനലോട്ടിലെത്താൻ ദ ഫൈനൽ ഡെലിവറി പ്രോസസ് വാസ് ലൈക്ക് വെരി സ്മൂത്ത്. ആൻഡ് ബിഗ് താങ്ക്സ് ടു ദ ഹോൾ ടീം. കിംസിൽ ഞാൻ പറയണം, നമ്മൾ കാറ് കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു സെക്യൂരിറ്റി മുതൽ ഭയങ്കര നല്ല ബിഹേവിയറും അകത്തോട്ട് കയറി ഈച്ച് ആൻഡ് എവറി സ്റ്റാഫ് ഇൻ ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്, എവിടെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ പോകുന്നതോ എല്ലാ സ്റ്റാഫും ഭയങ്കര നല്ല ബിഹേവിയർ. അത് ആക്ച്വലി നമ്മളോട് മാത്രമല്ല, വി ക്യാൻ സീ ദാറ്റ് സെയിം ബിഹേവിയർ ഇവൻ വിത്ത് അതർ പീപ്പിൾ. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് 4 പേര് അറിയുന്നു അതുകൊണ്ട് കിട്ടുന്നതല്ല കേട്ടോ, എല്ലാവരുടെ അടുത്തും അവർ അതുപോലെ വളരെ സ്വീറ്റും വളരെ കൈൻഡായിട്ട് ആണ് ബിഹേവ് ചെയ്യുന്നത്. ഈ ഒരു ഹോൾ ബിൽഡിംഗ് ഇത് ഇവിടുത്തെ ഈസ്റ്റ് ബ്ലോക്കാണ്, ഒരു ഹോസ്പിറ്റൽ ഫീൽ ചെയ്യില്ല. നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിനകത്ത് കയറിയ ആ ഒരു ആംബിയൻസ് ആണ് എന്ന് വെച്ചിട്ട് നമുക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു റേറ്റും അല്ല ഇവിടെ. ബർത്തിങ് സ്യൂട്ടിൻ്റെയൊക്കെ റൂം അതിൻ്റെ റേറ്റ് 12,000 റുപ്പീസാണ്. നമുക്ക് അല്ലാതെ നമുക്ക് വെളിയിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ഒരുപാട് റേറ്റ് ആണോ എന്നൊക്കെ നമുക്ക് തോന്നും. അല്ല കേട്ടോ, നമ്മളിപ്പോൾ ഒരു നോർമൽ സ്ഥലത്ത് ഡെലിവറിക്ക് പോകുന്നതും ഈ ഒരു സ്ഥലവും ഓപ്റ്റ് ചെയ്യുന്നതായിട്ട് ഏറ്റവും കൂടിയ ഒരു നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു 30,000-40,000 ഡിഫറൻസേ ഉള്ളൂ ആ 2 ഇതിൽ. ബട്ട് നമുക്ക് ആ ഒരു ഡെലിവറിക്ക് കിടക്കുന്ന പെൺകുട്ടിക്കും അവരുടെ ക്ലോസ് ഫാമിലിക്കും കിട്ടുന്ന ആ ഒരു ഫീൽ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് ഈസ് നോ വേർഡ്സ് ഫോർ ഓൾ ദാറ്റ്. ബിഗ് സ്പെഷ്യൽ താങ്ക്സ് ടു ഡോക്ടർ ലൂമിയ. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് അമ്മുവിന് മുന്നേ എപ്പോഴും ഡോക്ടർ ലൂമിയ അല്ലാതെ കാണാൻ വന്നിരുന്നു, ഓസി വരുന്നതിന് മുന്നേ. ഓസിക്ക് ഭയങ്കര നല്ല ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ ലൂമിയ. ഷീ ഈസ് ലൈക്ക് വെരി സ്വീറ്റ് ലേഡി. കുഞ്ഞെ എന്നൊക്കെയാണ് വിളിക്കുന്നത് ഓസിയെ. എല്ലായിടത്തും ഷീ ഈസ് വെരി കൈൻഡ്, വെരി സ്വീറ്റ് ആൻഡ് വളരെ കൂളായിട്ടാണ് ഹോൾ ഡെലിവറി പ്രോസസ്സായാലും നമ്മൾ ഓരോ ചെക്കപ്പിന് വരുമ്പോഴായാലും ഷീ ഈസ് വെരി 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 പോസിറ്റീവ്. ആൻഡ് ഓസി ഇന്നലെ ഇട്ട വ്ളോഗിൽ ഡോക്ടർ ലൂമിയുടെ കൂടെ നമ്മളൊരു ബിറ്റ് എടുത്തിരുന്നു. അത് എൻ്റെ ഫോണിലാണ് എടുത്തത്. ഓസി എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിലോട്ട് ഇടാൻ വിട്ടുപോയി. അപ്പം ഞാൻ പിന്നെ എപ്പോഴും എൻ്റെ ഫോണിൽ നിന്നല്ലേ ഞാൻ കുറച്ച് തിരക്കാൻ നോക്കിയപ്പോൾ അയ്യോ ഓസി ഡോക്ടർ ലൂമിയായിട്ടുള്ളൊരു പോർഷൻ നമ്മളെടുത്തത് എൻ്റെ ഫോണിലാണല്ലോ, ഇട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഡെലിവറി സ്ഥലത്ത് ഡോക്ടർ ലൂമിയായിട്ട് എടുത്ത ആ ഒരു സ്മോൾ ബിറ്റ് ഞാനിവിടെ ഇടാം. ഓക്കെ, സോ ബിഗ് താങ്ക് യു ടു ഡോക്ടർ ലൂമിയ ഫോർ ബ്രിങ്ങിങ് ഓമി ബേബി ഇത്രയും നല്ല രീതിയിൽ ഇൻ ടു ദിസ് വേൾഡ്. അപ്പോൾ നമുക്ക് ഡോക്ടർ ലൂമിയുടെ ആ സ്മോൾ വിഷ്വൽ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ എനിക്ക് ഏറ്റവും ഒരു വലിയ താങ്ക് യു പറയേണ്ടത് ഹസീനയോടാണ്. ഹസീന ഇവിടുത്തെ ഈ ഡെലിവറി ഇതിൻ്റെ ഇവിടുത്തെ മെയിൻ മാനേജറാണ് പുള്ളിക്കാരി. ഭയങ്കര സ്വീറ്റായിരുന്നു. നമ്മൾ ഓരോ പ്രാവശ്യം ചെക്കപ്പിന് വരുമ്പോഴും നമ്മൾ വരുമ്പോൾ താഴെ ഞാൻ പറയും ഹസീന താഴെ വരണ്ട, ഞങ്ങളങ്ങോട്ട് വരാം. എന്നാലും താഴെ വന്ന് നിന്ന് നമ്മുടെ കൂടുതൽ എല്ലാ സ്ഥലത്തും പോയി സ്കാനിങ്ങിനായാലും എല്ലാ ചെക്കപ്പിനും കൂടെ വന്ന് നമ്മൾ ഭയങ്കര കംഫർട്ടബിളാക്കി നിന്ന്. ഇറ്റ് വാസ് ലൈക്ക് വെരി സ്വീറ്റ് ഓഫ്. എനിക്ക് എടുത്ത് പറയേണ്ടത് ഓസിയുടെ കൂടെ ഡെലിവറി സമയത്ത് നിന്ന ഒരു നേഴ്സ്, ആ കുട്ടിയുടെ പേര് വർഷ എന്ന് പറഞ്ഞ വെരി വെരി ബ്യൂട്ടിഫുൾ ഒരു ഗേൾ. ആൻഡ് ആ കുട്ടിയെ കണ്ടപ്പോൾ എല്ലാവരും വരുന്നത് ആ കുട്ടിയുടെ സ്കിൻ എന്ത് ക്ലിയറാണ്, അത്രയ്ക്കൊരു ബ്യൂട്ടിഫുൾ ഗേൾ വിത്ത് ആ കുട്ടിയുടെ ഭംഗി പോലത്തെ ഒരു മനസ്സുള്ളൊരു കുട്ടി. സോ കൈൻഡ് ആൻഡ് സോ ഗുഡ്. ഓസിയുടെ കൂടെ നിന്ന് എന്തൊക്കെ ആ കുട്ടി ചെയ്തത്. ആ കുട്ടിയുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിരുന്നു, എന്നിട്ടും ഡെലിവറി ആവുന്നത് വരെയും എല്ലാം റെഡി ആവുന്നവരെ ഷൂസ് ദേ വെരി സ്വീറ്റ്. ഇതുപോലെ ഞാനൊക്കെ എൻ്റെ ഡെലിവറി സമയത്ത് ഞാൻ ഓർക്കുന്ന 1-2 മുഖങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും അധികം വേദനിക്കുമ്പോഴും നമ്മളൊന്ന് സമാധാനിപ്പിക്കാനും നമ്മൾ കൈ പിടിക്കാനും കുഴപ്പമില്ലാന്ന് പറയാനും കുഞ്ഞു ജനിക്കുമ്പോൾ ആ സന്തോഷം നമ്മുടെ കൂടെ ഷെയർ ചെയ്യാനൊക്കെ ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ കാണും. അതുപോലെ ഈ വർഷ എന്ന് പറയുന്ന കുട്ടിയുടെ മുഖം എന്നും ഓസിയുടെ മനസ്സിൽ കാണും. ഓസി ഡെലിവറിയെക്കുറിച്ച് ഹോസ്പിറ്റലിനെക്കുറിച്ച് പോകുമ്പോൾ മേ ബി ഡോക്ടർ ലൂമിയുടെ ഫേസ് കാണും, വർഷയുടെ ഫേസ് കാണും, ഹസീനയുടെ ഫേസ് കാണും. പിന്നെ വേറെ ഒരുപാട് സ്റ്റാഫ്സ് അവിടെ ഉണ്ടായതുകൊണ്ട് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഐ എം സോ ഗ്ലാഡ് എവറിത്തിങ് ഇസ് ലൈക്ക് സോർട്ടഡ്. ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഓസി എങ്ങനെ ഈ ഡെലിവറി എങ്ങനെ ഓസി ഡീൽ ചെയ്യും എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ദെൻ ഐ തിങ്ക് എന്നെക്കാൾ സ്മാർട്ടറായിട്ടാണ് ഓസി ഡീൽ ചെയ്തത്. വെരി സ്മാർട്ട്. ആൻഡ് ഞാനൊക്കെ റൂമിൽ വന്നിട്ട് എനിക്ക് അത്യാവശ്യം പിന്നെ ഓസി അതും ഓക്കെയാണ്. ലൈക്ക്
ബാത്റൂമിലൊക്കെ കറക്റ്റായി നടന്നു പോകുന്നു. എനിക്ക് 1-2 ദിവസം അതും പെയിനുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ ഈ ഓൾമോസ്റ്റ് 19 വർഷം മുമ്പ് ഞാൻ ആൻസർ പ്രസവിച്ചു. ടെക്നോളജിയൊക്കെ മാറി കാണും. ലൈക്ക് മേ ബി സ്റ്റിച്ച് ഇടുന്നതോ ഒക്കെ പണ്ടത്തെ പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് മെറ്റീരിയൽസ് ആയിരിക്കും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പെയിൻ കുറവായിരിക്കാം. സോ ഓസി ഈസ് വെരി ഗുഡ്. ഓസി ആൻഡ് ദ ബേബി ബോത്ത് ആർ പെർഫെക്റ്റ്ലി ഫൈൻ. ആൻഡ് വി ഹാവ് സംബഡി ഹിയർ ഹൂസ് എ ബിറ്റ് ഒബ്സെസ്ഡ് വിത്ത് ദ ബേബി. അങ്ങനെ ബേബി ഞാൻ ക്ലീനൊക്കെ ചെയ്ത് പാമ്പറൊക്കെ മാറ്റി എല്ലാമൊക്കെ ചെയ്ത് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് റിലാക്സ് ചെയ്യണം. ഓസി ഉറങ്ങുക. അതുകൊണ്ട് അമ്മുവിൻ്റെ ബേബിയൊക്കെ പിടിച്ചിവിടെ വാസീനല്ല അച്ചു ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ ഇവിടെ ഈ റൂമിൽ ഓസി കാണിച്ചു തന്നതാണല്ലോ റൂം. 2 റൂം പോലെ അവിടെ റൂം കണക്റ്റഡ് ആയിട്ട് ഇപ്പുറത്ത് റൂം. സോ ദർ സോ മച്ച് ഓഫ് പ്രൈവസി ഇവിടെ കേട്ടോ. ഈ 8th ഫ്ലോറിൽ ഇതുപോലത്തെ ഈ എക്സിക്യൂട്ടീവ് സ്യൂട്ട് റൂം പോലത്തെ എനിക്ക് തോന്നുന്നു എത്ര റൂമുണ്ടെന്ന് പറയാമോ? ഈ കാറ്റഗറിയിൽ 4 ഉണ്ട്. പിന്നെ ഇതുപോലത്തെയൊക്കെ തന്നെ വേറെയുണ്ട്. ആൻഡ് വി ഹാഡ് വണ്ടർഫുൾ സ്റ്റേ ഹിയർ ഇൻ കിംസ്. ആൻഡ് ഇവിടുത്തെ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. ഇഷാനി വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വരും. ഇവിടെ നല്ല അടിപൊളി ഇത് കിട്ടും, പ്രോൺസ് ബിരിയാണി. പ്രോൺസ് ബിരിയാണി പറയും ഇഷാനി വൈകുന്നേരം ബേബിയെ കാണാൻ വരാനായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കൂടെ പ്രോൺസ് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇഷാനി അത് കഴിക്കാൻ വരുന്നത്. അമ്മ അതല്ലല്ലോ പറഞ്ഞേ, നമ്മൾ മീൽസ് ഞാനും അമ്മ കൂടെ ഇന്ന് ഷെയർ ചെയ്തു പോയി. 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഭക്ഷണം ഇച്ചിരി കൂടിപ്പോയി. നമ്മളിങ്ങനെ കൊതി മൂത്തിട്ട് ഒരു ഫുൾ മീൽസൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം പക്ഷേ ചോറ് കണ്ടാൽ കുറവായിട്ട് തോന്നുവേ. കഴിക്കാൻ തുടങ്ങിയിട്ട് അതങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് കുറേ അധികമുണ്ട്. അപ്പോൾ നമ്മൾ വെച്ചാൽ നമുക്ക് ഷെയർ ചെയ്യാം, ഒരു മീൽ ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇഷാനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇഷാനി വരും. ഹൻസ് കോളേജ് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരും. അവർക്കൊക്കെ ഇങ്ങനെ വന്ന് ഭയങ്കരമായിട്ട് ലൈക്ക് പിന്നെ ഓസി പ്രഗ്നൻ്റ് ആണ്, ഓസി ഈസ് ഗോയിങ് ടു ഹാവ് എ ബേബി എന്നൊക്കെ തോന്നുമ്പോഴും ഐ ഡോണ്ട് നോ എത്രത്തോളം എക്സൈറ്റ്മെൻറ്റ് ഐ ഡോണ്ട് നോ ലൈക്ക് നമ്മളൊക്കെ കുറിച്ച് ആവട്ടെ. ലൈക്ക് എനിക്കിങ്ങനെ ആവശ്യമില്ലാതെ ഭയങ്കരമായിട്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നൊരു കൂട്ടത്തിലല്ല ഞാൻ. സമയമാവട്ടെ, കുഞ്ഞു വരട്ടെ എന്നുള്ളത്. പക്ഷേ ഈ കുഞ്ഞു വന്നതോടെ ഈ പിള്ളേർക്കൊക്കെ ഇത്രയും ആ കുട്ടികളുടെ ഒബ്സഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ദേ ആർ ഓൾ ലൈക്ക് ഒബ്സെസ്ഡ് വിത്ത് ദ ബേബി. Baby is a very cute baby, almost like Ozzy the baby looks very cute. And like I don't know, like എന്നോട് ഇന്നലെ ഇഷാനി was asking me how do you feel that being a grandmother. ഇപ്പോഴും അത് ഫുള്ളി എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് യൂസ് ടു ദ പ്രോസസ്. ഞാൻ ഇന്നലെ ഇവരോട് പറയുമായിരുന്നു, ഞാൻ കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കപ്പോൾ ഫീൽ ചെയ്യുന്നത് ഹാൻസിക്കയുടെ ഇളയ ഒരു കുഞ്ഞ് വന്നു, അങ്ങനത്തെ ഒരു ഫീലാണ്. ലൈക്ക് ഓസിയെ നോക്കുമ്പോഴേക്കും ഓസിക്ക് ഒരു അനിയൻ ജനിച്ചു, ആ ഒരു ഫീലാണ് എൻ്റെ മനസ്സിപ്പോഴും അങ്ങനെ. ഓസിക്ക് പോലും ഓസി അമ്മ എന്നുള്ളതിനേക്കാൾ ഓസി ഒരു ചേച്ചി എന്നുള്ളൊരു ഫീലിലാണ് ഓസി. ലൈക്ക് എനിക്ക് അമ്മ ജനിച്ചപ്പോഴത്തേക്ക് ഇറ്റ് ടുക്ക് മീ എ ലോട്ട് ഓഫ് ടൈം ടു തിങ്ക് ഓഫ് മൈസെൽഫ് ആസ് മദർ. ഞാൻ അപ്പോഴേക്കും അമ്മയോട് ചേച്ചി തരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ബിക്കോസ് നമുക്ക് കൊച്ചു കസിൻസൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അവരോടൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ചേച്ചി എടുത്ത് തരാം എന്ന് പറയത്തില്ലേ. എനിക്കിപ്പോൾ ഞാൻ അമ്മയാണ്, ഞാൻ അമ്മ തരാം, അങ്ങനെ എന്നിൽ ഞാനൊരു അമ്മയാണ് എന്നുള്ളത് നമുക്കൊരു ഫീൽ ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കും. ആ ഒരു പ്രോസസ്സിലാണ് ഓസിയും. അപ്പം ഞാൻ ഈ കുഞ്ഞിൻ്റെ ഒരു ഗ്രാൻഡ് മദറാണ് എന്നെനിക്ക് പ്രോസസ്സ് ചെയ്യാനും റിയാലിറ്റി എനിക്കറിയാമെങ്കിലും അത് ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഐ തിങ്ക് ഫോർ മീ ടു തിങ്ക് ഇൻ ദാറ്റ് വേ. ആ ഒരു രീതിയിൽ ചിന്തിക്കാം. ബട്ട് ഐ ഷുഡ് താങ്ക് ദ യൂണിവേഴ്സ്. ലൈക്ക് നമുക്ക് നമ്മുടെ കുട്ടിയെ കാണാൻ പറ്റുന്നു, നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്നു, ആ ബേബിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നു. അതൊക്കെ ഭയങ്കര ഒരു റിയൽ ബ്ലെസ്സിങ് ആണ്. ആൻഡ് ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ കുറച്ചൊരു എക്സ്പേർട്ടായിരുന്നു കുറേ പിള്ളേരുള്ളതുകൊണ്ട്. പിന്നെ സിമിക്ക് 3 പിള്ളേരൊക്കെ ആയപ്പോൾ ഞാൻ എല്ലാത്തിനൊക്കെ കൂടെ നിന്നിട്ടുള്ള ഒരാളായിട്ട് ഐ എം ക്വൈറ്റ് ആൻ എക്സ്പേർട്ട് ഇൻ ടേക്കിംഗ് കെയർ ഓഫ് എ ബേബി. അപ്പോൾ ഒരു നാനി ആക്കണോ വേണ്ടേ എന്നൊക്കെയുള്ള ഡിസ്കഷൻ നടന്നപ്പോൾ ഞാൻ നമ്മളുണ്ടല്ലോ, നമുക്ക് നോക്കാം, നമുക്ക് എപ്പോഴെങ്കിലും പറ്റില്ല എന്ന് കണ്ടാൽ നമുക്ക് വിൽ തിങ്ക് ഓഫ് കീപ്പിംഗ് എ നാനി. ബിക്കോസ് ഐ ജസ്റ്റ് വോണ്ട് ടു ടേക്ക് കെയർ ഓഫ് ഹിം. ഐ ആം സോ ഹാപ്പി ടു ടേക്ക് കെയർ ഓഫ് ഹിം. ഇങ്ങനെ ലൈക്ക് പെൺകുട്ടികളെ നോക്കി എനിക്ക് ശീലമുള്ള, ആൺകുട്ടികളെ നോക്കി എനിക്ക് അത്ര വലിയ ശീലമില്ല. സിമയുടെ കുട്ടികളെ കുറച്ച് ഞാൻ നോക്കിയിട്ടുണ്ടാവും, പിന്നെ സിമയ്ക്ക് അങ്ങ് തിരിച്ചു പോയല്ലോ. ഇനി ഇറ്റ്സ് ഗോയിങ് ടു ബി റിയൽ ന്യൂ എക്സ്പീരിയൻസ് ടേക്കിംഗ് കെയർ ഓഫ് എ ബോയ് ബേബി. ആൻഡ് വേറെ എന്താ, ഈ ഓസിയുടെ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് നല്ല കമൻസൊക്കെ ഇട്ട്
നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനോടും ബിഗ് താങ്ക് യു. ധാരാളം പേര് ഓസിയുടെ ഈ ഒരു പ്രഗ്നൻസിയും ഓസിയുടെ ഈ ഒരു ഡെലിവറിയും ബേബിയുടെ വരവും ഒക്കെ അവരുടെ തന്നെ ഫാമിലിയിലുള്ള ഒരു കുട്ടിക്ക് സംഭവിക്കുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. കമൻസിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. സോ നമ്മളെ ഫാമിലിയെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുകയും നമ്മളെല്ലാവരെയും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തതിൽ ബിഗ് താങ്ക് യു ടു ഓൾ മലയാളീസ് ഫോർ വാച്ചിങ് ഓൾ ആർ വീഡിയോസ് ആൻഡ് സപ്പോർട്ടിങ് അസ്. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇനി എന്തെങ്കിലും ഇന്നത്തെ ദിവസം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടിയാൽ ഐ ജസ്റ്റ് ഇൻക്ലൂഡ് ഓൾ ദാറ്റ് ആൻഡ് ദെൻ മേക്ക് എ സ്മോൾ വ്ളോഗ്. ഇത് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ ഡോക്ടർ ലൂമിയുടെ ഒരു ക്ലിപ്പിംഗ് ഓസിയുടെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഐ വാസ് ഫീലിംഗ് വെരി സാഡ് അബൌട്ട്. അയ്യോ അതിട്ടില്ലല്ലോ. അത് ഡോക്ടറാണെങ്കിൽ ആ ദിവസം ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഒരു പച്ച സിൽക്ക് ബ്ലൗസും ഒരു ബേബി പിങ്ക് സാരിയെ കൊടുത്ത് ഷീ ലുക്ക് വെരി ക്യൂട്ട്. അപ്പോൾ ആ ക്ലിപ്പിംഗ് എൻ്റെ ഫോണിൽ കിടക്കാം. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ഇൻക്ലൂഡ് ദാറ്റ്. അതിനാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുത്തത്. ഇതാ ഡോക്ടർ ലൂമിയ. അപ്പോൾ ഇനി നമ്മുടെ ലഞ്ചൊക്കെ വരാറായി. ഇപ്പോൾ ഇവിടെ എന്തോ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, ലൈക്ക് പാരൻറ്റിങ്ങിനെ കുറിച്ച് കുഞ്ഞുങ്ങൾ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ അശ്വിൻ പോയിക്ക്. ഇവിടെ ആരോ തട്ടുപോയി, ഞാൻ നോക്കട്ടെ. ഈ കുട്ടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓസിയുടെ ഡെലിവറി സമയത്ത് ഫുൾ ടൈം കൂടെ വന്നു വർഷ. സീ സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ. മുടിയൊക്കെ ഇന്നാ കാണുന്നത്, അന്ന് കെട്ടി വെച്ചിരുന്നോണ്ട് അറിയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് കുഞ്ഞിനെ കാണാൻ കയറി വന്നതാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പിള്ളേർ പറയാം എന്ത് നല്ല സ്കിന്നുള്ള കുട്ടിയാ. വെരി സ്വീറ്റ് ഗേൾ, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. താങ്ക് യു സോ മച്ച് മോളെ. താങ്ക് യു. ഓക്കെ, ഇഷാനിക്ക് വേണ്ടിയുള്ള പ്രോൺസ് ബിരിയാണി. എൻ്റെ ലഞ്ച് കഴിക്കാൻ പോകുന്നു. ഇന്ന് ഞാനും അമ്മ കൂടെ ഒരു മീലാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നലെ ഫുൾ കഴിച്ചു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തായാലും പകുതി കഴിച്ചാൽ മതി. എൻ്റെ ഓസിയുടെ കുഞ്ഞിൻ്റെ പേര് ഞാനല്ല സെലക്ട് ചെയ്തത് കേട്ടോ. ഒരുപാട് പേര് സിന്ധുമ്മ സെലക്ട് ചെയ്തു. സിന്ധുമ്മ ഞാനല്ല സെലക്ട് ചെയ്തത്, ഓസി തന്നെയാണ് സെലക്ട് ചെയ്തത്. ഓസി ഞാൻ കുറേ ബോയ് നെയിം ഗേൾ നെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഔട്ട് ഓഫ് ദ ബ്ലൂ ഓസി പറഞ്ഞു ബോയ് ആണെങ്കിൽ ഇങ്ങനൊരു പേര് വയ്ക്കാവോ, ഓസി ഇങ്ങനെ പേര് കൊണ്ടുവന്നു. അത് നമ്മളൊക്കെ ഓക്കെ കൊള്ളാം ശരിയാവോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ ഓസി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ പേര് ഓസി എന്നേണ്ട അതിനെ പെറ്റ് നെയിം ഓമി എന്ന് വിളിക്കാം ബോയ് ആവുകയാണെങ്കിൽ. അങ്ങനെ ബോയ്സ് നെയിമിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 1-2 പേരിൽ ഏറ്റവും മുകളിൽ നിന്നൊരു പേര് ഇതാണ് ഓസി സെലക്ട് ചെയ്തത്. ഗേൾ നെയിംസ് വേറെ ഉണ്ടായിരുന്നു, കുറേ നല്ല നെയിംസ് അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പേര് ഞാൻ സെലക്ട് ചെയ്തതല്ല. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിൽ പേര് സെലക്ട് ചെയ്യുന്ന ഒരാൾ എന്നുള്ള ആ ഒരു സ്ഥാനം തൽക്കാലം ഓസിക്ക് കൈമാറിയിട്ടിരിക്കുവാണ്. അപ്പോൾ നിയോം എന്നുള്ള പേര് ഓസി കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. ഇറ്റ്സ് നൈസ് നെയിം. നമുക്ക് ആദ്യം കേട്ടപ്പോൾ അത് ശരിയാവോ കൊള്ളാവോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു. പക്ഷേ ഇപ്പോൾ എൻ്റെ ബേബി കെയിം ലുക്കിംഗ് അറ്റ് ദ ഫേസ് ആൻഡ് കോളിംഗ് ദ ബേബി ദാറ്റ് നെയിം. ഇറ്റ്സ് എ നൈസ് നെയിം, വെരി നൈസ് നെയിം. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ബേബിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷാനി വന്നത്. പക്ഷേ ഇഷാനിക്ക് എമർജൻസി ആയിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ഷൂട്ട് ചെയ്തെന്ന് തന്നെ കൊടുക്കണം. അങ്ങനെ ഇഷാനി സാഡായിട്ട് തിരിച്ചു പോകും. സാരല്ല, നാളെ എന്തായാലും ബേബി വീട്ടിൽ വരും. നാളെ ഫുൾ ടൈം പിന്നെ ഇഷാനിയാണ് ബേബിയുടെ നാനി. യെസ്, ടാറ്റാ, ബൈ ബേബി. എന്ത് നല്ല വ്യൂ ആണ്. ഒരു സ്ഥലം കാണുന്നുണ്ട്. വണ്ടിയൊക്കെ പോകുന്നു അവിടെ. മിസ്റ്റേക്ക് എയർഫോഴ്സിൻ്റെ ഒക്കെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട് ആ സ്ഥലം. ഞാൻ വിചാരിച്ചു
അങ്ങനെ ആള് താമസമേ ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷെ ഞാൻ എന്നിട്ട് ഇങ്ങനെ താഴോട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്ത് നോക്കിയപ്പോഴേ ആരും കപ്പ നട്ടേക്കുക. അപ്പം ആരുടെയും പറമ്പാ അതല്ലേ കപ്പ നട്ടേക്കുന്നത്. ഇവിടെയൊക്കെ കുറച്ച് കട്ടിയതൊക്കെ എടുത്ത ലക്ഷണം കാണുന്നു ഈ സ്ഥലങ്ങളിൽ. ഇഷാനി എന്നെ വിളിച്ചതാ. ഇഷാനി ഇന്ന് വന്നു ഓടിപ്പോയിട്ട് ഇഷാനിക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ള പ്രോഡക്റ്റ് പറ്റുവാണെങ്കിൽ ഇവിടെ വെച്ച് ചെയ്യാം എന്ന് വിചാരിച്ചാൽ അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇഷാനെ അപ്പോൾ ഇഷാനി അത് ഇവിടെ സോഫയിൽ വെച്ച് എടുക്കാൻ മറന്നുപോയി. ഞാൻ അത് ബേബിയുടെ ഡ്രസ്സും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതല്ലേ. ഓക്കേടാ ബൈ. ആ ഇഷാനി ഇത് ഇവിടെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചതാ. അല്ല, ബാത്റൂം ഷോട്ട്സ് വേണമെങ്കിൽ ഇവിടെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വേണ്ട. This is east. Then there is the main building. Main block, It's north main, block. and there is another block. കൊറേ എക്സ്പ്രഷൻ ആണല്ലേ. അപ്പൊ നാളെ ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോ അവിടെ ഉണ്ടാവും. ഓ കണ്ണു വെച്ച് കൊറേ എക്സ്പ്രഷൻ കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചത് ബേബിക്ക് ഒരു ദിവസം ഒരു 4-5 ഡ്രസ് ചേഞ്ച് മുഖ്യ ബിയിലെ Get ready with me daily. Evening tea, morning sunrise, brunch. കോച്ചിലൂടെ പഠിച്ചാണോ ഹസീന? ഇതാണ് നമ്മുടെ ഓൾ ഇൻ ഓൾ ഹസീന. താങ്ക് യു സോ മച്ച്. അത് ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞെങ്കിലും നേരിട്ട് പറയണം, ഹസീനയാണ് നമുക്ക് ഈ ഒരു ജേർണി ഇത്രയും കംഫർട്ടബിൾ ആക്കി തന്നെ. താങ്ക് യു സോ മച്ച്. ഓച്ചിന്റെ ക്ലാസ്സിൽ പഠിച്ചതാ? നമ്മുടെ സെയിം ക്ലാസ്. നമ്മൾ മറ്റേ കോപ്പിയടി പേരെന്താ മോളുടെ? നമ്മൾ മറ്റേ ബെഞ്ച് അടുത്തടുത്ത് നീക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അടുത്ത വീക്ക് എങ്ങനെയെങ്കിലും ഒക്കെ വീഡിയോ കണ്ടപ്പോഴത്തേനും അറിയാം. എങ്ങനെ ഒന്ന് പാസ്സായാൽ മതി രണ്ടുപേർക്കും. നല്ല മാർക്കൊന്നും വേണ്ട, പാസ്സായാൽ മതി. ഞാൻ നാളെ ഇല്ല ഇല്ല ഹൻസ് കഴിക്കുന്നു. അല്ലല്ല ഇതാ അതെ ആബിദയാണ് സ്റ്റെം സെല്ലിൻ്റെ എല്ലാത്തിനും എന്നോടൊന്ന് സംസാരിച്ചതും കുറേ സമയം പാവം ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ഏതെങ്കിലും തിരക്കി. പക്ഷെ ഞാൻ ആബിദയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു, ചെയ്യും, അതെന്തായാലും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. കാര്യമാണ് ഞാനിപ്പോൾ പലപ്പോഴും വായിക്കുമ്പോഴത്തേക്ക് അത് അടുത്തൊരു തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഇവരുടെ കുഞ്ഞിൻ്റെ സിബ്ലിങ്സിന് മാതാപിതാക്കൾക്ക് മാച്ച് ചെയ്ത് വരും. ഇന്നൊരു വലിയ ഇഷ്യൂ. അപ്പം അതിനെപ്പറ്റി ഞാൻ ആരുമല്ല അധികാരമായിട്ട് പറയാനുള്ള ആളാണ് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ഗുഡ്. അത് ടെൻഷനായി. അതെ, അപ്പൊ ആവിതൊക്കെ സ്ട്രെസ് ഞാനങ്ങനെ വേഗം അഡ്വാൻസ് ഇപ്പൊ ഇട്ടു. അപ്പൊ പിന്നെ കൊണ്ടേ കുഴപ്പമില്ലല്ലോ. നമ്മള് ഇവര് ഓൺ ടൈം ഡെലിവറി സമയത്തോടെ ഉണ്ടായിരുന്നു. വെയിറ്റ് ചെയ്തു. ഇവര് അപ്പൊ തന്നെ അത് എടുത്തിട്ടൊക്കെ പോയി. അത് എത്തിക്കാണുമല്ലോ എത്തേണ്ടത്. എങ്ങനെ എടുക്കുന്നത്, എന്തൊക്കെ എടുക്കുന്നത് എല്ലാം ഞാൻ കണ്ടിരുന്നു. ഇത് നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടുമോ? തീർച്ചയായും കിട്ടും മാം. ഇത് 60 to 90 വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോൾ മെയിലിലേക്ക് തന്നെ സർട്ടിഫിക്കറ്റ് വരും, പ്ലസ് റിപ്പോർട്ട് വരും എത്ര മില്യൺ സ്റ്റെം സെൽസ് ആണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് എന്നുള്ളത്. അത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ ഒന്ന് സേവ് ചെയ്തിട്ടേക്കാം. എന്നിട്ട് ഫ്യൂച്ചർ യൂസിലേക്ക് നമുക്കത് യൂസ് ചെയ്യും. പിന്നെ ഇയർലി ഇതിന്റെ റിപ്പോർട്ട് വരും, എന്താണ് സാമ്പിൾ സ്റ്റാറ്റസ് എന്നുള്ളത്. എന്തെങ്കിലും ഡിഫറൻസ് വരുമോ? ചിലപ്പോൾ നമുക്ക് വൈബിലിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ എന്ന് അതുവഴി അറിയാൻ പറ്റും. കാരണം ഈ സെൽസ് എടുക്കുന്നത് വൈബിൾ ആയിരിക്കണം. നമ്മൾ വെറുതെ മില്യൺ സ്റ്റെം സെൽസ് എടുത്തിട്ട് കാര്യമില്ല. ഇത് ലൈഫ് ലോങ് ഈ ഒരു 75 years പ്രിസർവ് ചെയ്യുമ്പോൾ അത്രയും നാളും വൈബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ അത് നമുക്ക് ഈ റിപ്പോർട്ട് വഴി അറിയാൻ പറ്റും എന്താണ് അതിനകത്തുള്ള വൈബിലിറ്റി. ഓക്കെ അബിന, താങ്ക് യു സോ മച്ച്. അല്ലടാ അമ്മ
ഞാനിതെല്ലാം എടുക്കുന്നത്. ഞാനിവിടെ ഓസിയെ ഹെൽപ്പ് ചെയ്ത സിസ്റ്റർമാരും ഒരു ബ്രദറും. ശരി മോളെ, അപ്പൊ താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. ഓക്കെ, കണ്ടതിൽ സന്തോഷം, ഭയങ്കര സന്തോഷം. ഇവിടെ ഡെലിവറിക്ക് വരാലോ. അത് നമുക്ക് ഏറ്റവും വലിയ പ്രഷ്യസ് ആൻഡ് ഹാപ്പി മൊമെന്റ് അല്ലേ. ഒരുപാട് തവണ വരണ്ടി വരുന്നേ പേരുള്ളതല്ലേ. ശരി, ഓക്കെ മോളെ, ബൈ ബൈ. ഹൻസുകുട്ടി ടാറ്റ. നോ ടാറ്റ പോയി, only for baby. ഹൻസ് ബേബി ടാറ്റ. ബേബി ഇനി ഇവിടെയല്ല, ഹൻസ് ചേച്ചി. ഹൻസ് ചേച്ചിയാ. ഹൻസ് പിഞ്ഞമ്മ ടാറ്റ. നേമ. അയ്യോ, I don't like that. I like the word. I don't even know what word I like. എനിക്കറിയില്ല ആരൊക്കെയാ പറയുക. ഹൻസ് ബി. ഹൻസ് ബി. Okay, bye. ബി. ബൈ. Bye, ചക്കരേ. ബൈ ബൈ മുത്തേ. Bye. ആ കേക്ക് ഇഷാനിക്ക് കൊടുത്തേ. ഇത് കേക്ക്. അല്ല, ബേബിയുടെ ഡ്രസ്സ് വാഷ് ചെയ്യണ്ടേ. ടാറ്റ. എന്തൊക്കെയാന്നുള്ള സ്പെഷ്യൽ? ഇതെന്താ? കസ്റ്റേർഡ്. ഉഴുന്നുവട. ഇത് ചുക്ക് കാപ്പി ആണ്. നല്ലതാണോ? ഓക്കെ, ബൈ. ഇവിടെ ഇങ്ങനെ എപ്പോഴും ഭക്ഷണം കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ചോദിക്കും ചുക്ക് കാപ്പി വേണോ, അത് വേണോ, ഇത് കിച്ചു. ഇപ്പോൾ ഉഴുന്നുവടയും ചുക്ക് കാപ്പിയും കാണുന്നു, എന്തോ കഴിക്കുന്നുണ്ട്. കിച്ചു ഇവിടെ നേരിട്ട് പോയപ്പോൾ കിച്ചുവിൻ്റെ കണ്ണട കാണാനില്ല. അതുകൊണ്ടാണ് വന്നേ. നമ്മൾ ആ കേക്ക് കട്ട് ചെയ്യാനൊക്കെ തൊട്ട് മുന്നേ ടേബിളിൽ ഇരുന്നു. ഇറങ്ങിയപ്പോൾ സാധനം കാണില്ല. കിച്ചു തന്നെ ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ടേബിൾ നീറ്റാക്കി എടുത്ത് എങ്ങോട്ടോ മാറ്റി വെച്ചു എന്ന് പറയുന്നു. പക്ഷേ സാധനം കാണാനില്ല. ഇവിടെ ഫുൾ അരിച്ച് പറക്കി കാണാനില്ല. ഇനി എവിടെ തപ്പൊന്നും കൂടി അറിയത്തില്ല. എനിക്ക് സ്ഥിരം പറ്റുന്ന കാര്യം ഞാൻ ചോദിച്ചിന് വീട്ടിൽ വേറെ കിച്ചൻ ഇന്നാണോ വേറെ ഒന്നും കൊണ്ടുണ്ടാകും ഒടിഞ്ഞു പോയി. ഇനി ഏതോ പഴയത് വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. പഴയത് വീട്ടിലുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എനിക്കാണെങ്കിൽ കണ്ണട കാണാതായ പിന്നെ തീർന്നു. പിന്നെ മൊബൈൽ ഒരു കുന്തവും കാണാൻ പറ്റത്തില്ല. ടുഡേ വാസ് എ വെരി ഹാപ്പനിങ് ഡേ. ഒരുപാട് ആൾക്കാർ റൂമിൽ വന്നു. നമ്മളിപ്പോൾ ഒരു ഡെലിവറി ഒക്കെ ആയിട്ട് വന്നിട്ട് എൻ്റെയൊക്കെ ഡെലിവറി സീസണിൽ ഹോസ്പിറ്റൽ റൂമിൽ ആംബിയൻസ് ഒരിക്കലും ഇങ്ങനെയല്ല. അത് സ്മോളർ റൂമായിരുന്നു, AC ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഒരു ഇത്രയും എന്തോ ഒരു ഇങ്ങനെ അല്ലായിരുന്നു. ഞാനൊക്കെ അയ്യോ ആലോചിച്ച് നോക്കുമ്പോൾ ഓസി വളരെ സ്മാർട്ടായിട്ടിരിക്കും. എൻവയോൺമെൻറ്റ് ഈസ് റിയലി ഗുഡ്. അശ്വിൻ്റെ പാരൻസ് വൈകിട്ട് വരുമെന്ന് പറഞ്ഞു. ഇതുവരെ വന്നില്ല. കുഞ്ഞിനെ അച്ഛൻ കണ്ടില്ല. കാരണം അശ്വിൻ ഓസി ബേബി ജനിച്ചപ്പോൾ അശ്വിൻ്റെ ഭാര്യ തിരുനെൽവേലി പോയിരിക്കുമായിരുന്നു അവരുടെ എൻ്റെ ഫാമിലി ആവശ്യത്തിന്. ഇന്ന് ട്രെയിനിൽ എത്തുമെന്ന് പറഞ്ഞു. വൈകുന്നേരം ഇങ്ങോട്ട് വരുമെന്ന് പറയും. കണ്ടു നേരം ചോദിക്കട്ടെ, അവരെപ്പോൾ വരുമെന്ന് ചോദിക്കട്ടെ. എൻ്റെ അങ്ങനെ ഈ ഒരു വീഡിയോ എത്രത്തോളം ലെങ്ത് വന്നു എന്ന് അറിയത്തില്ല. എത്ര വന്നു എന്ന് നോക്കിയിട്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ഇട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇന്ന് എൻഡ് ചെയ്യാം. ഓസിയുടെ ബാബി ബെഡ്ഷീറ്റ്. അതാണ് ഞാൻ ഹോസ്പിറ്റലിൽ 3-4 ബെഡ്ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഓസിയുടെ ബാബി ബെഡ്ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് നൈറ്റ്. പെട്ടെന്നല്ലേ എന്റെ ഹസ്ബൻഡ് വന്ന് നോക്കിയപ്പോ ഞാൻ കണ്ണീര് ട്രിക്കിൾ ചെയ്തിരിക്കുന്നത് അറിഞ്ഞൂടാ. പക്ഷെ അല്ലേ 3 പെൺപിള്ളേരാകുമ്പോ ഈ മോനെ എടുക്കുമ്പോഴേ അത് എന്നതാ. എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ അവള് അതുകൊണ്ടായിരിക്കും ഞാൻ ഇതുപോലെ സോ ടച്ചിങ് കേട്ടോ. പക്ഷെ അത് ഫുള്ളും എടുത്ത് നല്ല വൈറലായ വീഡിയോ. ഭയങ്കര നല്ലതായിരുന്നു. ഇന്ന് ഓസിക്കും ബേബിക്കും ഇവിടുന്ന് ഡിസ്ചാർജാണ്. ആൻഡ് ഇറ്റ് വാസ് സോ റിലാക്സിങ്. നമുക്ക് എപ്പോൾ വേണോ റെഡി ആയിട്ട് പോയാൽ മതി എന്നുള്ളൊരിതായിരുന്നു. സോ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ഇനി കുറച്ച് മെഡിസിൻസും എന്താ കിട്ടാറുണ്ട്. ഓസിയുടെ ബേബിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിഞ്ഞു. ഓസിയുടെ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ, എൻ്റെ സാധനം പിന്നെ കഴുകാനുള്ള കുറേ സാധനങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് താഴെ വന്നു. എൻ്റെ
ഇന്നോവ പഴയ കാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറ്റി ഇതങ്ങ് വിടും. പിന്നെ ആ വണ്ടിക്ക് പിന്നെ ഹൻസുവിനെ വിളിക്കാൻ പോകണം. കുറച്ച് സാധനം കയറ്റി വിട്ടാൽ പിന്നെ നമ്മൾ അടുത്ത കാറിൽ വലുതായിട്ട് സ്റ്റഫ് ചെയ്യണ്ടല്ലോ. ഒരു ലോഡ് ഐറ്റമായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അമ്മൂരിക്കൊക്കെ കൂടി തിരിച്ചങ്ങനെ വീട്ടിൽ കയറ്റും. അത്രയ്ക്കുണ്ട്. വന്നു കഴിഞ്ഞപ്പോൾ സാധനം ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് ഗിഫ്റ്റ് ഐറ്റംസും ഒക്കെ വന്നു. കുറേ ഐറ്റംസ് ഉണ്ട്. It was a very, very, very pleasant stay in the hospital and very nice. കാറ് വന്നു. എനിക്ക് ആളെ കാണാൻ പറ്റുന്നുണ്ട്. ഓസിയുടെ ഹൈറ്റിക്ക് ഇട്ട ജുബയൊക്കെ ഇട്ട് മഞ്ഞ ഉറപ്പൊക്കെ ഇട്ട് വരുന്നു. ഹലോ ഹലോ, ഞാൻ മാത്രം. ഞാൻ ഈ ലഗേജ് എടുക്കാൻ. അയ്യോ ഹായ്, ആര്? ഹലോ, എവിടെ പോകുന്നു? എങ്ങോട്ട് പോകുന്നു? ശരി, ആളുണ്ട് കൂടെ. ഞാൻ വെച്ചത് എവിടെ പോവാന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ലഗേജ് എടുക്കാൻ ആളില്ലാതെ വിഷമിച്ചിരിക്കുവായിരുന്നു കേട്ടോ. വണ്ടി ഇവിടെ വെക്കുക? അല്ലല്ല, ഞാൻ ഇന്നോവയെ കയറ്റാനായത്. വണ്ടി വന്നില്ലേ? ഇല്ല, ഇപ്പോൾ വരും. ഇതാകുമ്പോൾ അവൻ ഇത്രയും സാധനങ്ങളും കൊണ്ടുപോകാം. സ്പേസ് ഇനി ഒരുപാടുണ്ട്. എൻ്റെ കയ്യിൽ ഞാൻ ബാഗ് എടുത്തില്ല. എന്താ മക്കളുടെ പേര്? പേര് പറഞ്ഞു. എന്താണ് പേര് പറഞ്ഞു. പേര് പറഞ്ഞു. ഹയ. പിന്നെ എന്താണ് ഹയ? എന്താ തമിഴ് തെലുങ്കൊക്കെ പറയുന്ന പോലെ പേര് ഹയ. മനസ്സിലായി? വാ, നിന്നെ എന്താ വീഡിയോ കാണിക്കാം. വാ, നിന്നെ സിനിമ നടിയാക്കാം. എന്നാ അവിടെ സേ ഹലോ പറ. വാവ ഹലോ പറഞ്ഞേ. ഹായ് പറ. ഹായ് പറഞ്ഞേ. അവിടെ നോക്കുന്നു. ആർക്ക് ഹായ് പറയണം? ഓ വിടാം വിടാം. എത്തി ഇല്ല. ലേബർ റൂമിൻ്റെ ഫ്ലോറാണിത്. ഞാൻ അന്ന് നമ്മുടെ കൂടെ ഓസിക്ക് വേണ്ടി മാക്സിമം കൂടെ നിന്ന കുട്ടിയുണ്ട് വർഷം. അത് ഇന്നലെ റൂമിലൊന്ന് ഫോട്ടോ എടുത്തു. പക്ഷേ ഞാൻ നമ്പർ വാങ്ങാൻ മറന്നുപോയി. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഇന്ന് വന്ന് നമ്പർ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ഇന്ന് ആ കുട്ടി ഓഫാണ്. അപ്പോൾ ഞാൻ വേറെ സിസ്റ്ററിൻ്റേന്ന് വർഷയുടെ നമ്പർ വാങ്ങി. ഇന്നലെ എടുത്ത ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. And I thanked all the ladies here. They were all so helpful. അല്ലേ, ഇവിടെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പോകേണ്ട വഴി എത്തിയോ വഴി തെറ്റിയോ? ഇത് തന്നെ വഴി. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയ ആ ഒരു കെയർ ഉണ്ടല്ലോ. അത് ചിരിക്കാത്ത മുഖമില്ലാത്ത ഒരാൾ പോലും ഇല്ലായിരുന്നു. പിന്നെ എവരിബഡി വർ ലൈക്ക് സ്മൈലിങ് ആൻഡ് അറ്റ് പീസ്. റോസി ഡെലിവറി ചെയ്ത റൂം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പുറത്തുനിന്ന് ഈ മുറി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇത്ര നടക്കുമ്പോൾ ലിഫ്റ്റിൻ്റെ സ്ഥലത്തെത്തും. ലിഫ്റ്റ് കയറി 8th ഫ്ലോറിൽ പോയാൽ തൊട്ട് ഇതേ വ്യൂ ആണ് നമ്മുടെ റൂമിൽ നിന്ന്. ഇതിന് തൊട്ട് മുകളിൽ നമ്മൾ താമസിച്ച റൂം. അപ്പുറത്തോട്ട് വരും. ജസ്റ്റ് കയറി അവിടെ എത്തി നമ്മൾ റൂമെത്തി. ഇറ്റ് വാസ് സോ കൺവീനിയൻറ്റ്. ഞാൻ വിചാരിച്ചേ ഇല്ല. ഡെലിവറി വർക്കിംഗ് സ്യൂട്ട് അത് ഇതെന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഐ നെവർ എക്സ്പെക്റ്റഡ് ടു ബി ദിസ് ഗുഡ് ആൻഡ് ഐ നെവർ എക്സ്പെക്റ്റഡ് ദ പീപ്പിൾ ടു ബി സോ ഗുഡ്. നമ്മൾ അന്വേഷിച്ച് എത്ര പേര് റൂമിൽ വന്നിരുന്നു. ഇത് ഇൻക്ലൂഡിങ് ദ CEO ആൻഡ് എവ്രിബഡി. ആൻഡ് ദേ മേഡ് us feel so special. കേക്ക് കൊണ്ടുവന്നിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. യുനോ, യൂഷ്വലി നമ്മൾ വല്ല കൊളാബിനൊക്കെ വേണ്ടി വല്ല വലിയ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അപ്പം നമുക്ക് കിട്ടുന്ന ഒരു തരം ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ. അതാണ് നമ്മൾ ഡെലിവറിക്ക് വന്നപ്പോൾ കിട്ടിയ. ഇറ്റ് വാസ് റിയലി ഓവർവെൽമിങ്. ഇത്ര സമയം മതി എനിക്ക് ആ ഡെലിവറി നടന്ന സ്ഥലത്തു നിന്ന് നമ്മുടെ റൂമെത്താൻ. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്ര സമയം ചുറ്റും ഇറങ്ങുന്നു. ഇങ്ങോട്ടൊന്ന് ടേൺ ചെയ്ത് ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട്. അത് കഴിയുമ്പോൾ ദിസ് ഈസ് ഹലോ. ഇത് വിനോദ്, ഇത് മനീഷ്. ഹലോ വിനോദ്. ഹായ് മനീഷ്. എല്ലാം ഒന്നും അറിയാതെ നമ്മളെ പല മേഖലകളിൽ സഹായിച്ച രണ്ട് സഹോദരങ്ങളാണ്. താങ്ക് യു. താങ്ക് യു.
അതെ അതെ. Ready to leave. Bye bye home. This room was like our home for 4 days. It was wonderful. So nice. ശരിക്കും നമ്മുടെ വീട്ടിനേക്കാൾ കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ലൈക്ക് ഗോയിങ് ബാക്ക് ഹോം സീം ലിറ്റിൽ മോർ ട്രോമാറ്റിക്. ദിസ് ഇസ് ലൈക്ക് സൂപ്പർ. ഞാൻ വിചാരിച്ചപ്പോൾ പെട്ടെന്ന് വെളിയിൽ നോക്കിക്കൊണ്ട് പറയുകയാണ്, ആദ്യമായിട്ടൊരു ഹോസ്പിറ്റലിൽ വന്നിട്ട് വീട്ടിൽ പോകാനേ തോന്നുന്നില്ല. സാധാരണ ഹോസ്പിറ്റലിൽ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി, ഇത് വീട്ടിൽ പോകാനേ തോന്നുന്നില്ല. ഹസീന വന്നു, നമ്മളൊക്കെ താഴെ പോവാം. സമയമായപ്പോൾ എവറിബഡി ഓൾ ദ കിംസ് പീപ്പിൾ ആയി സഹായങ്ങൾ ഒരിക്കലും മറക്കില്ല. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കാനൊരു മുഖം. നമുക്കിന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ഗസ്റ്റ് അല്ല. ഇത് ഗസ്റ്റ് അല്ല. മോളുടെ പേര് പറഞ്ഞേ, പേര് പറഞ്ഞേ. മോന്റെ പേര് പറ. ആന്റിയുടെ വീഡിയോയിൽ കാണാം. പേര് പറ. പേര് വാവയുടെ പേരെന്താ? ആന്റി വീഡിയോ ഇടുമ്പോ നോക്കണേ, കാണാവേ കേട്ടോ. കുറേ ഗിഫ്റ്റുമായിട്ട് വന്നു, ഞാൻ കാണിച്ചു തരാം. മ്യൂസിക്കായിട്ട്. ഇത് ഇവരുടെ ഷോപ്പാ. പിന്നെ അയ്യോ കുറേ നട്ട്സൊക്കെ ഉണ്ടല്ലോ. ഓസിക്ക് കഴിച്ച് വണ്ണം വയ്ക്കാനായിട്ട് കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നിങ്ങൾ ട്രിവാൻഡ്രത്ത് എത്ര ഷോറൂംസായി? ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. അപ്പോൾ I'm going to stop this video here. കുഞ്ഞ് വന്നു. കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ താഴത്തെ റൂമിൽ കുറേ 2-3 ഷെൽഫ് അമ്മു എം ടി ആക്കി ബേബിയുടെ സാധനങ്ങളൊക്കെ വെച്ചു. ആൻഡ് സഡൻലി ലൈക്ക് പെട്ടെന്ന് അവൻ ഈ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരാളായിട്ട് മാറി. പണ്ട് എനിക്ക് ഓർമ്മയുണ്ടോ, ഹൻസു ജനിച്ചപ്പോൾ ഹൻസു വീട്ടിലോട്ട് വന്നപ്പോൾ ഹൻസുവിന് വേണ്ടി നമ്മൾ അതേ മുറിയിൽ കുറേ കബേർഡ് 1-2 ഷെൽഫൊക്കെ റെഡിയാക്കി ഹൻസുവിൻ്റെ സാധനങ്ങൾ വെക്കാൻ, ഞങ്ങളുടെ മറ്റേ കോസ്മെറ്റിക്സ് ഒക്കെ വെക്കുന്ന അവിടുത്തെ ഒരു ഷെൽഫ് നീറ്റാക്കി ഹൻസു ബേബിയുടെ സാധനങ്ങൾ വെക്കാൻ, അങ്ങനെയൊക്കെ നടന്നിട്ടുള്ള അതേ വീട്ടിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 19 years ഗ്യാപ്പിൽ പുതിയൊരു ബേബി, ഓസിയുടെ ബേബിക്ക് വി ആർ ഡൂയിങ് ഓൾ ദാറ്റ്. യു നോ, ഇറ്റ് ഫീൽ സോ നൈസ്. ആൻഡ് പാവം അവൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മൾ ഫുൾ ടൈം AC ഇടത്തില്ലല്ലോ, അപ്പോൾ ഈ വെതർ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അവനവിടെ ഹോസ്പിറ്റലിൽ എനിക്കൊണ്ട് ഇച്ചിരി തണുക്കുന്നുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ ഇപ്പോൾ AC ഫാൻ, അവിടെ ഫാൻ ഭയങ്കര നല്ല കാറ്റ്, അപ്പോൾ ഫാൻ ഇട്ടാൽ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് AC ഓഫാക്കി നമുക്കും ചൂടെടുക്കും. അപ്പോൾ അതുകൊണ്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വെറും ഫാൻ മാത്രമായപ്പോൾ അവൻ വളരെ ഹാപ്പി. അവൻ ആ വോംത്താണ് ഇഷ്ടം. അവനിങ്ങനെ അധികം അവന് പിന്നെ പുതച്ച് മൂടി വയ്ക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ല. കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ആകെ 2 കാര്യങ്ങൾക്ക് കരയും. ഒന്ന് പാൽ കുടിക്കാനും, ഒന്ന് മൂത്രം ഒഴിച്ചാൽ അപ്പം അവന് പാമ്പർ മാറ്റണം, ഇപ്പോൾ ഡയപ്പർ മാറ്റണം. അപ്പം ഞാൻ പറയും, എന്നെ പോലെ വൃത്തിയുള്ള കൊച്ചാട്ടോ. അവന് ഡേർട്ടി ആവുന്നതേ ഇഷ്ടമല്ല. അവനൊന്നും കരയാൻ തുടങ്ങി അപ്പം മനസ്സിലാവും, അവൻ വെറ്റായി മാറ്റിക്കോ, മാറ്റി നീറ്റാക്കി ആൾ ഓക്കെ. അപ്പോൾ നമുക്ക് പിടികിട്ടി. വി ആർ ജസ്റ്റ് ലേണിങ്. നമ്മൾ ഒരു പുതിയ കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് പതുക്കെയാണ് അവരെ മനസ്സിലാക്കുന്നത്, അവരുടെ നീഡ്സ്, അവരെന്തിനൊക്കെ ആയിരിക്കും കരയുന്നത് ഒക്കെ നമുക്ക് പതുക്കെയാണ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. സോ ലൈക്ക് ഐ ഫീൽ സോ ഹാപ്പി. ലൈക്ക് ഇത്രയും നാൾ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ ഐ ഡോണ്ട് നോ ലൈക്ക് ബട്ട് നൗ ഐ ഫീൽ സോ എക്സൈറ്റഡ്. ആൻഡ് ലൈക്ക് നമ്മുടെ ഹോൾ ഫാമിലിയുടെ എവ്രിബഡീസ് എല്ലാം നൗ ഇസ് റിവോൾവിങ് അറൗണ്ട് ഹിം. യു നോ, ലൈക്ക് എല്ലാവർക്കും അവൻ കാണിക്കണ എല്ലാ അതിശയമാണ്. എല്ലാം കാണിക്കും. സോ സ്മോൾ, വെരി ടൈനി ബേബി. പതുക്കെ പാലെല്ലാം കൊടുത്ത് അവനെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ ഓക്കെ, ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. സീ യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ. ആൻഡ് വൺസ് മോർ എൻ്റെ വീഡിയോട്ട് ഐ വോണ്ട് ടു ടെൽ യു ഓൾ ലൈക്ക് ദി എമൗണ്ട് ഓഫ് ലവ് വി ഗോട്ട്. യു നോ, ഓസിയുടെ വീഡിയോ ഇട്ട് 1.5 ഡേയിൽ അറൗണ്ട് 60 lakh പ്ലസ് വ്യൂസ് ഉണ്ടായി. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി. സോ താങ്ക് യു മലയാളീസ്
ഹൂ ഗിവ് us എ ലോഡ് ഓഫ് ലവ്. നമ്മുടെ ഫാമിലിക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് ഉണ്ടായ ആ പ്രോബ്ലത്തിലും എല്ലാത്തിലും നമ്മുടെ കൂടെ നിന്ന് നിങ്ങളുടെ ഒരു ഫാമിലിയുടെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പറിനെ പോലെ നമ്മളെ കണ്ട് നമുക്ക് വേണ്ടി ഇത്രയും സ്നേഹം തന്നതിന് ലോട്ട്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് പിന്നൊന്നുമില്ല, ഞാൻ പോട്ടെ, കുളിക്കാൻ പറ്റിയില്ല. കുളിക്കാത്തോണ്ട് ഞാൻ എവിടെ ഇരിക്കാതെ ഇങ്ങനെ നിൽക്കുക. ഐ എം സോ ടയേർഡ്. ഇനി അമ്മ കുളിച്ചിട്ട് ഇറങ്ങി ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. ദാറ്റ്സ് ഇറ്റ്. നാളെ ഹർത്താലാണെന്ന് കേൾക്കുന്നു. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞേ. എന്ത് ഹർത്താലാണെന്ന് പോലും അറിഞ്ഞൂടെ. 3-4 ദിവസമായിട്ട് ടി വിയിൽ ന്യൂസ് ഒന്നും കാണുന്നില്ല. ഈവൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്തോ 1-2 സ്റ്റോറി ഇടുന്നു എന്നല്ലാതെ ഐ വാസ് നോട്ട് ഈവൻ ലുക്കിംഗ് അറ്റ് സോഷ്യൽ മീഡിയ ആൻഡ് ഓൾ ദാറ്റ്. ലിറ്റിൽ ബിസി ആയിരുന്നു ഹോസ്പിറ്റലിലും. ആൻഡ് ഐ വാസ് എ ബിറ്റ് ലിറ്റിൽ സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു ഓസിക്ക് വേദന. പക്ഷേ ഓസി ഞാൻ വിചാരിച്ച പോലെ അല്ല. ഷീ ഈസ് ലൈക്ക് വെരി സ്ട്രോങ് ഗേൾ. ആൻഡ് ഞാൻ വിചാരിച്ച പോലേ അല്ല. ഞാനൊക്കെ എനിക്ക് വേണ്ടി എനിക്ക് സ്റ്റിച്ചൊക്കെ ആയിട്ട് ഞാൻ കുറച്ചുകൂടെ ഫസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓസി എൻ്റെ അത്ര പോലും ഫസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഐ തിങ്ക് ഷീ ഈസ് ആക്ച്വലി സ്ട്രോങ് ദാൻ മീ. ഈ ഇഞ്ചക്ഷൻ കാണുമ്പോൾ ഉള്ള കരച്ചിലും മോങ്ങലും ഒക്കെ ചുമ്മാ ആയിരുന്നു എന്ന് എനിക്കിപ്പോൾ ഒരു തോന്നൽ. വൺസ് അഗൈൻ താങ്ക് യു ഓൾ സോ മച്ച്. സീ യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.